നമസ്കാരം. ശനിയും സൂര്യനെയും ശത്രുക്കളായാണ് കണക്കാക്കുന്നത്. ശത്രുഗ്രഹങ്ങളാണ് എങ്കിലും ഇരു ഗ്രഹങ്ങളുടെയും അനുഗ്രഹമില്ല എങ്കിൽ 12 രാശിക്കാർക്കും ദോഷകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നതാണ്. എന്നാൽ സൂര്യഗ്രഹണ ദിവസത്തിൽ ശനി മീനം രാശിയിലേക്ക് പ്രവേശിക്കുന്നതാണ്. ഇന്നേ ദിവസം സൂര്യനും ശനിയും ഒന്നിച്ച് ചില രാശിക്കാർക്ക് വളരെ അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിൽ നൽകുന്നതാണ്. ഈ സമയം ശനിദോഷവുമായി ബന്ധപ്പെട്ട കാഠിന്യം പോലും ഇവരുടെ ജീവിതത്തിൽ നിന്നും അകന്ന് പോകുന്നതാണ്. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഈ സൗഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് തേടിയെത്തുക എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. കർക്കിടകം രാശി. കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പുണർദം, അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാർ. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധനപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ധനപരമായ നേട്ടങ്ങൾ ഇവർക്ക് തേടിയെത്തുന്ന സമയം എന്ന് തന്നെ പരാമർശിക്കാം. കൂടാതെ പല വ്യക്തികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സൗഭാഗ്യങ്ങൾ ഇരട്ടിക്കുന്നതിന് സഹായകരമായ കാര്യങ്ങൾ വന്നു ചേരാം. തലവര തന്നെ മാറ്റി എഴുതപ്പെടുന്നതായ സാഹചര്യം വന്നു ചേരും. ജോലിയിലൂടെ സൗഭാഗ്യങ്ങൾ വർദ്ധിപ്പിക്കുവാൻ ഈ രാശിക്കാർക്ക് സാധിക്കും. പ്രത്യേകിച്ചും ജോലിയുമായി ബന്ധപ്പെട്ട് സ്ഥാനക്കയറ്റം ലഭിക്കാം. അത്തരം അവസരങ്ങളാണ് വന്നു ചേരുക. കഴിവിനൊത്ത തൊഴിൽ അവസരങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും പ്രധാനമായും ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ തൊഴിൽ രംഗത്ത് പ്രശസ്തി നേടുവാൻ ഇവർക്ക് സാധിക്കുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരും. പ്രധാനമായും ജീവിതത്തിലേക്ക് വന്ന് ചേർന്നിരിക്കുന്നതായ ദുരിതങ്ങൾ ഒഴിവാക്കുവാൻ ഇവർക്ക് സാധിക്കും. കാര്യവിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും നേടിയെടുക്കുവാൻ സാധിക്കാതെ പോയതായ വിജയങ്ങൾ ഈ സമയം ഇവർക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നു എന്ന പ്രത്യേകതയും ഇവർക്കുണ്ട്. കൂടാതെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായ മറ്റൊരു കാര്യം, വിദേശത്ത് ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് തന്നെയാകുന്നു. ശമ്പള വർധനവ് ഇവർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതുമാണ്. കൂടാതെ കുടുംബക്കാർക്കിടയിൽ വളരെ അനുകൂലമായ ഫലങ്ങൾ ഇവർക്ക് വന്നു ചേരാം. പേര്, പ്രശസ്തി വർദ്ധിക്കാം. മറ്റുള്ളവരുടെ കരുതൽ കൂടുതലായും ഇവർക്ക് ലഭിക്കുന്നതായ സമയമാകുന്നു. സാമ്പത്തിക പ്രതിസന്ധികൾ ജീവിതത്തിലുണ്ട്. ഇത്തരം പരാധീനതകൾ ജീവിതത്തിൽ നിന്നും ഒരു പരിധിവരെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ ഇവർക്ക് സാധിക്കും. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൈവരിക്കുവാൻ സാധിക്കുന്നു എന്ന പ്രത്യേകതയുണ്ട്. വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുവാനുള്ള അവസരങ്ങൾ കടന്നു വരാം. അത് തൊഴിലുമായി ബന്ധപ്പെട്ടും അല്ലാതെയുമാകാം. കുടുംബ ജീവിതത്തിൽ ഇവർ നേരിടുന്നതായ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ ഇവർക്ക് സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം സമാധാനം കൈവരിക്കുവാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ വന്നു ചേരും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഒന്നിൽ കൂടുതൽ സാധ്യതകൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതായ സമയം കൂടിയാകുന്നു. അവസരങ്ങൾ വന്നു ചേരും. ശരിയായ രീതിയിൽ വിനിയോഗിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് മകരം രാശിയാകുന്നു. മകരം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രാടം, അവസാനം മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം, ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാർക്ക് ഈ സമയം അല്പം കൂടി നേട്ടങ്ങൾ വർദ്ധിക്കും. പ്രധാനമായും സൗഭാഗ്യങ്ങൾ ഇവരെ തേടിയെത്തുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പല വഴികൾ ഇവരുടെ ജീവിതത്തിലേക്ക് ധനപരമായ ഉയർച്ചകൾക്ക് സഹായകരമായ കാര്യങ്ങളോ വന്നു ചേരാം. നിങ്ങളുടെ മുൻപിൽ തെളിയും എന്ന് തന്നെ പരാമർശിക്കാം. വിദേശവാസത്തിനുള്ള യോഗം നിങ്ങൾക്ക് വർദ്ധിക്കും. വിദേശ വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ കടന്ന് വരുന്നതാണ്. വിദേശത്തേക്ക് ജോലിക്കായി നോക്കുന്നവർക്ക് ധാരാളം അവസരങ്ങൾ വന്നു ചേരും. കുടുംബസമേതം വിദേശത്ത് വസിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരുന്നു എന്നതും വാസ്തവമാണ്. ബിസിനസ് പരമായി ശോഭിക്കുവാൻ ഇവർക്ക് സാധിക്കും. പുതിയ അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. അല്ലെങ്കിൽ പുതിയ അവസരങ്ങൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വന്ന് ചേരാവുന്നതാണ്. ധനലാഭം ആഗ്രഹിക്കുന്നു എന്നത് വാസ്തവമാണ്. കാരണം അവസ്ഥകൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് ധനം ആവശ്യമുള്ള ഒരു സമയമാകുന്നു. കൂടാതെ പണം സമ്പാദിക്കാനുള്ള അവസരങ്ങൾ, ചിലവുകൾ കുറയ്ക്കുവാനുള്ള ചില സാഹചര്യങ്ങൾ വന്നു ചേരാം. അത്തരം കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം ഈ സമയം നിങ്ങൾ നൽകേണ്ടതായിട്ടുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം ആർജിക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ടു പോയതായ
ഇത്തരം കാര്യങ്ങൾ പ്രധാനമായും സന്തോഷം, സമാധാനം ജീവിതത്തിലേക്ക് ഒരു പരിധിവരെ നിങ്ങൾക്ക് തിരികെ കൊണ്ടുവരുവാൻ സാധിക്കും. സാമ്പത്തിക പ്രതിസന്ധികളുണ്ട് എങ്കിൽ പോലും അത് പരിഹരിക്കുവാനുള്ള വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയാവുന്നതാണ്. പുതിയ മേഖലകളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം പ്രധാനമായും നിങ്ങൾക്ക് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പുതിയ അവസരങ്ങൾ, പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള സാധ്യതകളുണ്ട്. വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുന്നവർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. വിദേശ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പ്രതിസന്ധികൾ ജീവിതത്തിൽ നിന്നും ഒരു പരിധിവരെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്ന സമയം തന്നെയാകുന്നു. വൃശ്ചികം, വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാരാകുന്നു. കഷ്ടപ്പാടുകൾ ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവമായ കാര്യമാകുന്നു. പലപ്പോഴും പ്രതീക്ഷിക്കുന്ന ധനം ലഭിക്കണം എന്നില്ല. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ദുരിതങ്ങളും കഷ്ടതകളും വർദ്ധിച്ചിരിക്കുന്ന സമയമാകാം. എന്നാൽ അതിനെല്ലാം പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും. കഷ്ടപ്പാടുകൾ ജീവിതത്തിൽ നിന്നും അകലുന്നതായ സമയമാകുന്നു. ശനിയും സൂര്യനും മൂലം നിങ്ങൾക്ക് ഇത്തരം കഷ്ടതകൾ ജീവിതത്തിൽ നിന്നും ഒഴിയാവുന്നതാണ്. ജീവിതത്തിൽ ആഗ്രഹിച്ചതായ പല നേട്ടങ്ങളും സ്വന്തമാക്കുവാൻ ഈ സമയം നിങ്ങൾക്ക് സാധിക്കും. തൊഴിൽ രംഗത്ത് ശോഭിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വിജയങ്ങൾ കൊയ്യുവാൻ സാധിച്ചു എന്ന് വരാം. സാമ്പത്തിക പ്രതിസന്ധികൾ ഈ സമയം ശരിയായ വിധത്തിൽ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ജീവിത സൗഭാഗ്യങ്ങൾ വർദ്ധിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. സാമ്പത്തിക നേട്ടങ്ങൾക്കായി പുതിയ മേഖലകളിൽ ബിസിനസ് ആരംഭിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുകയും അത് ഫലം കാണും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. സാമ്പത്തിക കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി ഭവിക്കുന്ന സമയമാകുന്നു. വിദേശത്ത് ജോലി നോക്കുന്നവർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. തൊഴിൽ അവസരങ്ങൾ ഈ സമയം നിങ്ങളെ തേടിയെത്തും എന്ന് തന്നെ പരാമർശിക്കാം. വിദേശവാസത്തിനുള്ള യോഗം വന്നു ചേരാം. കൂടാതെ ഈ സമയം ബിസിനസ് പരമായി ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. തൊഴിൽ അവസരങ്ങൾ തേടിയെത്തുകയും തൊഴിൽ ലഭിക്കുകയും ധനപരമായ പല കാര്യങ്ങളും അനുകൂലമാവുകയും ചെയ്യാം. പല കാര്യങ്ങൾക്കും പണം കണ്ടെത്തുവാൻ സാധിക്കും. പ്രതീക്ഷിക്കുന്നതായ ധനം അത് ലോൺ, ചിട്ടി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കഴിവിനൊത്തുള്ള അംഗീകാരങ്ങൾ നിങ്ങൾക്ക് തേടിയെത്താം. കാര്യ തടസ്സങ്ങൾ അകലുകയും ഉദ്ദിഷ്ടകാര്യസിദ്ധി ജീവിതത്തിലേക്ക് വന്നു ചേരുകയും ചെയ്യാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പ്രശസ്തി നേടിയെടുക്കുവാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. കൂടാതെ നിങ്ങൾക്ക് പ്രധാനമായും കലാമേഖലകളിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാകുന്നു. ധനപരമായ ചില നേട്ടങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. കൂടാതെ ഈ സമയം പല തർക്കങ്ങളും പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ശത്രുക്കളെ പോലും മിത്രങ്ങളാക്കി മാറ്റുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ കടന്നു വരാം. ദാമ്പത്യ ജീവിതത്തിൽ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾ കണ്ടെത്തി മുന്നോട്ട് പോകുവാൻ സാധിക്കും. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. എന്നാൽ എടുത്തുചാട്ടം മൂലം ചില അബദ്ധങ്ങൾ പിണയാം. വാശി, ദേഷ്യം തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ദോഷകരമായ ഫലങ്ങൾ നൽകുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. അതിനാൽ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാകുന്നു. അല്ലെങ്കിൽ നഷ്ടം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരുകയും സൗഭാഗ്യങ്ങൾ നഷ്ടമാകുന്നതിന് കാരണമായി തീരുകയും ചെയ്യും.